നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ സിപിഎമ്മിന്റെ അഹങ്കാരത്തിന്റെയും ഏകാധിപത്യത്തിന്റെയും മുഖമായി മാറിയ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ബിജെപിക്ക് മുന്നിൽ വെച്ചു നീട്ടിയ മുൻ മേയർ ആര്യ രാജേന്ദ്രന് സ്വന്തം പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ കനത്ത പ്രഹരം കിട്ടിയിരിക്കുകയാണ്. മേയർ പദവി നഷ്ടമാവുകയും ജനപ്രീതിയും നഷ്ടമായും നിൽക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പദവിയിൽ കയറിപ്പറ്റാൻ നടത്തിയ നീക്കമാണ് സ്വന്തം പാർട്ടി നേതാക്കൾ തന്നെ വെട്ടിനിരത്തിയത്. സ്വന്തം ഇഷ്ടക്കാരെ തിരികെ കയറ്റി ആര്യയെ ഭാരവാഹിത്വത്തിലെത്തിക്കാൻ സിപിഎമ്മിലെയും ഡിവൈഎഫ്ഐയിലെയും ഒരു വിഭാഗം സംസ്ഥാന നേതാക്കൾ നീക്കം നടത്തിയെങ്കിലും പാർട്ടിക്കുള്ളിലെ അമർഷം കാരണം ആ ശ്രമവും പരാജയപ്പെട്ടു. ഒടുവിൽ VS ശ്യാമ ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ആര്യ രാജേന്ദ്രന്റെ രാഷ്ട്രീയ ഭാവി ഇനി വെള്ളത്തിൽ വരച്ച വര പോലെയാണെന്ന് ഉറപ്പായിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നടന്ന ഡിവൈഎഫ്ഐ ജില്ലാ സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തപ്പോൾ ആര്യ രാജേന്ദ്രൻ വിചാരിച്ച കളികളൊന്നും നടക്കില്ലെന്ന് പാർട്ടി തെളിയിക്കുകയായിരുന്നു. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ ആര്യ രാജേന്ദ്രനെ സീനിയോറിറ്റി പറഞ്ഞ് ജില്ലാ പ്രസിഡന്റാക്കാൻ ചില മുതിർന്ന നേതാക്കൾ പരമാവധി ശ്രമിക്കുകയും എന്നാൽ ആര്യ നേരത്തെ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗത്വം ഒഴിവാക്കി പോയ കാര്യം ചൂണ്ടിക്കാട്ടി താഴെത്തട്ടിലുള്ള പ്രവർത്തകരും നേതാക്കളും ശക്തമായി രംഗത്തെത്തുകയും ചെയ്തു. ശ്യാമയെ ആദ്യത്തെ വനിതാ ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയും സെക്രട്ടറിയായി LS ലിജുവിനെയും ട്രഷററായി SS നിതിനെയും ജില്ലാ സമ്മേളനം തെരഞ്ഞെടുത്തതോടെ ആര്യയുടെ മോഹങ്ങൾ അപ്പാടെ തകർന്നു. ആര്യ രാജേന്ദ്രൻ എന്ന വ്യക്തി പാർട്ടിക്ക് ഉണ്ടാക്കി വെച്ച നാശനഷ്ടങ്ങൾ ചെറുതൊന്നുമായിരുന്നില്ല. റോഡിൽ ബസ് തടഞ്ഞ് ഡ്രൈവറോട് അഹങ്കാരത്തിൽ തട്ടിക്കയറി അധികാര ദുർവിനിയോഗം നടത്തിയതും ജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പാർട്ടിക്ക് ആളുകളെ വേണം എന്ന് പറഞ്ഞ് ആര്യ രാജേന്ദ്രൻ ഒപ്പിട്ട കത്ത് പുറത്തു വന്നത് CPMന് വലിയ നാണക്കേടാണ് സമ്മാനിച്ചത്. ആര്യയുടെ അഹങ്കാരവും അഴിമതിയും ദുർഭരണവും കണ്ടും കേട്ടും സഹിക്കെട്ടാണ് സംസ്ഥാനത്തെ ജനങ്ങൾ ഇടതുപക്ഷത്തെ തൂത്തെറിഞ്ഞ് BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം കൈമാറിയത്. ഒരു കാലത്ത് ആര്യയെ വാനോളം പുകഴ്ത്തി തോളിലേറ്റിയ V ശിവൻകുട്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പോലും ഇപ്പോൾ ആര്യയെ പടിയടച്ച് പിണ്ടം വെച്ചിരിക്കുകയാണ്. ജനങ്ങൾക്കിടയിൽ ആര്യയ്ക്കുള്ള അവമതിപ്പും പാർട്ടിക്കുള്ളിലെ എല്ലാവർക്കും വ്യക്തമായും കഴിഞ്ഞു. ആര്യക്കിനി എന്തെങ്കിലും പദവികൾ നൽകി കൂടെ നിർത്തിയാൽ നിലവിൽ തകർന്നു കിടക്കുന്ന പാർട്ടിയുടെ ശോചനീയ അവസ്ഥ കൂടുതൽ സങ്കീർണമാകുമെന്ന് CPM നേതൃത്വത്തിന് നന്നായി മനസ്സിലായി. പാർട്ടിയുടെ തിരിച്ചടിക്ക് കാരണം ആര്യയുടെ വ്യക്തിപരമായ തോന്നിവാസങ്ങളാണെന്ന് ബോധ്യപ്പെട്ടതോടെ മുതിർന്ന നേതാക്കൾ ആര്യയെ തള്ളിക്കളയുകയായിരുന്നു. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന് പറഞ്ഞ് അഹങ്കരിച്ച CPMന് ആര്യ രാജേന്ദ്രൻ ഇന്ന് പാർട്ടിക്ക് തന്നെ ഒരു വലിയ തലവേദനയായി മാറി. അധികാരത്തിന്റെ മത്തുപിടിച്ച് സാധാരണക്കാരെ ചൂഷണം ചെയ്ത ആര്യയ്ക്ക് പാർട്ടിയിലെ സ്വന്തക്കാർ പോലും തുണയില്ലാത്ത അവസ്ഥയാണ്. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പദവിയിൽ നിന്ന് പോലും നാണം കെട്ട് പുറത്തു പോകേണ്ടി വന്നതോടെ ഇനി ഒരു തിരിച്ചുവരവ് ആര്യയ്ക്ക് രാഷ്ട്രീയത്തിൽ സാധ്യമല്ല. ജനങ്ങളെയും പ്രവർത്തകരെയും അപമാനിച്ച ഏതൊരു നേതാവിനും ഉണ്ടാകുന്ന സ്വാഭാവിക തകർച്ചയാണ് ഇത്. അഹങ്കാരത്തിന്റെ ഫലമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പ്രതിപക്ഷത്തിന് എറിഞ്ഞുകൊടുത്ത ആര്യ രാജേന്ദ്രന് ഇനി രാഷ്ട്രീയത്തിൽ ഒരു തിരിച്ചുവരവില്ല. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റാകാൻ നേതാക്കളുടെ വാലും പിടിച്ചു നടന്ന ആര്യയെ പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ തന്നെ തള്ളിപ്പറഞ്ഞത് ഇതിന്റെ തെളിവാണ്. സ്വന്തം നേതാക്കൾ പോലും കൈവിട്ട ആര്യയുടെ രാഷ്ട്രീയ ഭാവി ഇതോടുകൂടി അവസാനിക്കുകയാണ്. മുൻ മേയർ എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് കാണിച്ച അഹങ്കാരത്തിനാണ് ഇപ്പോൾ തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. മേയർ പദവി പോവുകയും ജനപ്രീതി ഇടിഞ്ഞ് ആർക്കും വേണ്ടാതെ നിൽക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പദവിയിൽ കയറിക്കൂടാൻ നടത്തിയ നീക്കത്തിനും അവസാനമായി. ഇനി CPMന്റെ മുൻ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവുമൊക്കെ ഇനി രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്തുക എന്നത് ഏറെ സങ്കീർണമാണ്. കാരണം ജനപ്രീതി നഷ്ടപ്പെട്ടവരെ ഇനി വെച്ചുകൊണ്ടിരിക്കുന്നത് ഏറെ അപകടകരമാണെന്ന് പാർട്ടി തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു.